ഹായ് നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. സ്റ്റേറ്റ് സിലബസ് സ്റ്റാൻഡേർഡ് 7 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ മദർ ആൻഡ് ദ മൗസ് എന്ന ഒരു പോയം ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഫെയ്ത്ത് ട്രെക്സൺ ആണ് ഇതിൻ്റെ റൈറ്റർ. ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് മദർ ആൻഡ് മൗസിനെ പറ്റിയിട്ടുള്ള ഒരു പോയം തന്നെയാണ്. വളരെ ധൈര്യശാലിയായ, ഒന്നിനെയും പേടിക്കാത്ത, വളരെ സ്ട്രിക്റ്റ് ആറ്റിറ്റ്യൂഡുള്ള ഒരു മദർ ഒരു കിച്ചണിൽ ഒരു കുഞ്ഞ് എലിയെ കണ്ട് പേടിച്ച് വിഷമിക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് ഈ ഒരു പോയമിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ്. സോ ലെറ്റ്സ് എൻജോയ്. First, let me read the first stanza of this poem. My mother is not the sort of mum who will squeal and faint and shiver. Darkness doesn't scare her. When it thunders, she won't cure. First line, my mother is not that sort of mum. That sort of mum, അതായത് ആ തരത്തിലുള്ള ഒരു മദർ അല്ല എൻ്റെ മദർ. ദാറ്റ് സോർട്ട് മീൻസ് ടൈപ്പ്, കൈൻഡ് എന്നൊക്കെ പറയാം. എത്തരത്തിലുള്ള ഒരു മദർ അല്ല. ഹൂ വിൽ സ്ക്യൂൾ ആൻഡ് ഫെയിൻറ്റ് ആൻഡ് ഷിവർ. സ്ക്യൂൾ എന്ന് പറഞ്ഞാൽ ഉറക്കെ കരയുക എന്ന് പറയില്ലേ, ലോങ് ഹൈ പിച്ച്ഡ് ക്രൈ, അങ്ങനെ ഉറക്കെ കരയുന്ന ആളല്ല. ഷീ ഡസൻറ്റ് ഫെയിൻറ്റ്. ഫെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസി, തലകറക്കം വന്നിട്ട് വീഴുക എന്ന് പറയില്ലേ. ഹൂ ഡസൻറ്റ് ഫെയിൻറ്റ്, തലകറക്കം വന്ന് തല ചുറ്റി വീഴുന്ന ആളല്ല. ഹൂ ഡസൻറ്റ് ഷിവർ. ഷിവർ മീൻസ് വിറയ്ക്കുക, ട്രെമ്പിൾ, വിറയ്ക്കുന്ന ആളല്ല. ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. പേടി വരുമ്പോഴും അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ എൻ്റെ മദർ അത്തരത്തിലുള്ള ഒരു മദർ അല്ല. ഡാർക്ക്നെസ് ഡസൻറ്റ് സ്കെയർ ഹെർ. ഡാർക്ക്നെസ് മീൻസ് ഇരുട്ട്. ഡസൻറ്റ് സ്കെയർ ഹെർ, ഇരുട്ടിനെ പേടിയില്ല. ആർക്ക്? എൻ്റെ മദറിന്. വെൻ ഇറ്റ് തണ്ടേഴ്സ് ഷീ വോണ്ട് ക്യുവർ. ക്യുവർ മീൻസ് ഷിവർ. തണ്ടർ എല്ലാവർക്കും പേടിയാണ് അല്ലേ, ഇടിമുഴക്കം. ഇടിമുഴക്കം വരുമ്പോഴും അവൾക്കൊരു പേടിയുമില്ല. ഷീ വോണ്ട് ക്യുവർ. ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ മദറിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. എങ്ങനെയുള്ള ഒരാളാണ് മദർ? വളരെ കറേജിയസ് ആണ്, വളരെ സ്ട്രോങ് ആണ്, ഒന്നിനെയും പേടിക്കാത്ത ഒരാളാണ് എൻ്റെ മദർ എന്നാണ് പോയറ്റ് പറയുന്നത്. നൗ ലെറ്റ്സ് സീ ദ സെക്കൻഡ് സ്റ്റാൻസ. When I decide to play up, she fixes me with a stare, one flashing look from her big eyes, and I just don't care to dare. First line, when I decide to play up. ഞാൻ ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ, എന്ത് കാര്യം? ടു പ്ലേ അപ്പ്. പ്ലേ അപ്പ് മീൻസ് ഒന്ന് മിസ്ബിഹേവ് ചെയ്യുക, പലതരത്തിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ബിഹേവിയർ. അങ്ങനെയൊക്കെ ചെയ്യാൻ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു തോട്ട് വന്നാൽ എന്താ സംഭവിക്കുക? ഷീ ഫിക്സസ് മീ വിത്ത് എ സ്റ്റെയർ. ഷീ ഫിക്സസ് മീ, ആ പ്രോബ്ലം അപ്പം തന്നെ സോൾവ് ആവും. വിത്ത് എ സ്റ്റെയർ. സ്റ്റെയർ മീൻസ് നമ്മൾ തുറിച്ചു നോക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് സ്റ്റെയർ. ആ ഒരൊറ്റ പെട്ടെന്ന് ഉള്ള ഒരു നോട്ടം കൊണ്ട് തന്നെ എല്ലാം സോൾവ് ആവും. ഓൺലി ദാറ്റ് സ്റ്റെയറിങ് ഈസ് ഇനഫ്. സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ലോങ് ഫിക്സ്ഡ് ലുക്ക് എന്ന് പറയാം, അതായത് തുറിച്ചു നോക്കുക. വൺ ഫ്ലാഷിംഗ് ലുക്ക് ഫ്രം ഹെർ ബിഗ് ഐസ്. ഫ്ലാഷിംഗ് ലുക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു നോട്ടം. ഫ്രം ഹെർ ബിഗ് ഐസ്. സാധാരണ ബിഗ് ഐസ് എന്ന് കൂടി പറഞ്ഞപ്പോൾ കുറച്ചുകൂടി അതിനൊരു കൂടുതൽ ഇഫക്റ്റ് വന്നു അല്ലേ. അതായത് കൂടുതലായിട്ട്, അതായത് നമ്മൾ ഒരാളെ തുറിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരു പേടിപ്പെടുത്തുന്ന ഇത് തന്നെയാണ്. അമ്മ കുട്ടിയെ നോക്കുമ്പോൾ അങ്ങനെ തോന്നില്ലേ, അത് ബിഗ് ഐസ് കൊണ്ട് കൂടിയാണെങ്കിലോ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആവും അല്ലേ. ആൻഡ് ഐ ജസ്റ്റ് ഡോണ്ട് കെയർ ടു ഡെയർ. അതുകൊണ്ട് മിസ്ബിഹേവ് ചെയ്യാനുള്ള ഒരു ആലോചന മനസ്സിൽ വന്നാൽ പോലും അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഡെയർ മീൻസ് ഹാവ് ദ കറേജ് ടു ഡു സംതിങ്, ധൈര്യപ്പെടുക. ലെറ്റ് മീ റീഡ് ദ തേർഡ് സ്റ്റാൻസ. So it was with shock one morning when I woke up from a dream to hear my valiant mighty mum let out a high pitched scream. Third stanza എന്താ പറയുന്നത്? ഫസ്റ്റ് ലൈൻ നോക്കൂ. So it was with shock one morning I woke up. അതായത് ഞാൻ എണീറ്റപ്പോൾ, woke up means ഉണർന്നു.
വേക്കപ്പ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വോക്കപ്പ്. ഞാൻ ഒരു ദിവസം രാവിലെ വളരെ ഷോക്കോട് കൂടിയിട്ടാണ് ഉണർന്നത്. എന്തുകൊണ്ടാണ് ഷോക്ക് വന്നത്? ടു ഹിയർ മൈ വാലിയൻറ്റ് മൈറ്റി മോം. വാലിയൻറ്റ് മീൻസ് കറേജിയസ് ആയിട്ടുള്ള, ബ്രേവ് ആയിട്ടുള്ള, ധൈര്യമുള്ളത്. മൈറ്റി മീൻസ് പവർഫുൾ, നല്ല ശക്തിയുള്ള. എൻ്റെ ധൈര്യശാലിയായ, വളരെ പവർഫുള്ളായ മോം എന്ത് ചെയ്തു? വല്ലാത്തൊരു ഹൈ പിച്ച്ഡ് സ്ക്രീം, അതായത് വല്ലാത്ത ഉറക്കെ, ഹൈ പിച്ച്ഡ് സ്ക്രീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി തുളച്ചു പോകുന്ന പോലൊരു ശബ്ദം. ലെറ്റ് ഔട്ട് മീൻസ് പുറപ്പെടുവിച്ചു. അത് കേട്ടാണ് രാവിലെ ഉണർന്നത്. സോ ഇറ്റ് വാസ് വിത്ത് ഷോക്ക്, അതായത് വല്ലാത്തൊരു ഷോക്കോടുകൂടി. സോ എന്നുള്ള വേർഡ് അതെന്തുകൊണ്ട് സോ എന്ന് പറഞ്ഞേക്കണം? അതുകൊണ്ട് എനിക്ക് ഷോക്കായിപ്പോയി. എന്തുകൊണ്ട്? കാരണം നമ്മുടെ ആദ്യത്തെ രണ്ട് സ്റ്റാൻസയിലും പറഞ്ഞിട്ടുണ്ട് മദർ വളരെ ധൈര്യശാലിയാണ്, ഒന്നിലും പേടിക്കാത്ത ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു സൗണ്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു വല്ലാത്ത ഷോക്ക് തന്നെയാണ്. സോ ഇറ്റ് വാസ് വിത്ത് ഷോക്ക് ഐ വോക്കപ്പ്. ഷോക്കോടുകൂടി ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ഉണർന്നു. ഇവിടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ മദർ വളരെ കറേജിയസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, ഒന്നിലും പേടിക്കാത്ത ഒരു ലേഡിയാണ്, വളരെ സ്ട്രിക്റ്റ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ് എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെക്കൻഡ് സ്റ്റാൻസയിലാണെങ്കിൽ എന്താ പറഞ്ഞത്? കുട്ടിക്ക് മദറിനെ പേടിയാണ്, കാരണം മദർ വളരെ സ്ട്രിക്റ്റാണ്. ഒരു ചെറിയ വികൃതി പോലും കാണിക്കാൻ ധൈര്യമില്ല കുട്ടിക്ക്. ദ ചൈൽഡ് ബിക്കംസ് എഫ്രൈഡ് ഓഫ് ഹെർ മദർ. സെക്കൻഡ് സ്റ്റാൻസയിൽ അങ്ങനെയാണ് പറഞ്ഞത്. തേർഡ് സ്റ്റാൻസയിൽ എന്താണ്? കുട്ടി വളരെ ഷോക്കോടുകൂടി ഒരു ശബ്ദം കേട്ട്, ഇത്രയ്ക്കും ധൈര്യമുള്ള ആ മദറിൻ്റെ ശബ്ദം, ഉറക്കി നിലവിളിക്കുന്ന ഒരു ശബ്ദം, ഉറക്കി വല്ലാത്തൊരു സ്ക്രീമിംഗ് സൗണ്ട് കേട്ട് കുട്ടി ഉണരുന്നു. നമ്മളിന്ന് 3 സ്റ്റാൻസാസ് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സ്റ്റാൻസാസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ബൈ.